എന്ന പെൺകുട്ടി മൗണ്ടൻ ക്ലൈംബിങ്ങിൽ വളരെയധികം പരിശീലനം നേടിയിട്ടുള്ള ഒരാളാണ്. അവളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ആൽപ്സ് മൗണ്ടൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ കയറി നിന്ന് അവിടുത്തെ ആ ഒരു വർണ്ണ കാഴ്ചകളെല്ലാം കണ്ട്, അതായത് ഏറ്റവും ഉയരത്തിൽ നിന്ന് നമ്മൾ കാണുമ്പോഴുണ്ടാവുന്ന മനോഹരമായ ഒരു മാജിക്കൽ സീനറി ആയിരിക്കുമല്ലോ, അത് കാണുക എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ സ്വപ്നം, ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഈവ മൗണ്ടൻ ക്ലൈംബിങ് അതിനുള്ള ട്രെയിനിങ് ഒക്കെ കഴിയുന്നു. വളരെ നന്നായി തന്നെ അവൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ആൽപ്സ് മൗണ്ടൻ കയറുന്ന ആ ഒരു സമയത്ത് എപ്പോഴും ഇവളുടെ മനസ്സിലിങ്ങനെ ടെൻഷനാണ്. കാരണം ഇപ്പോഴും അവിടെ വലിയ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കാറ്റത്ത് നമുക്കത് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നറിയില്ല. ചിലപ്പോൾ സ്ലിപ്പ് ചെയ്ത് താഴെ വീണാൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. അങ്ങനെ ഒരുപാട് അനാവശ്യമായ ടെൻഷനുകളാണ് ഈവയ്ക്കുള്ളത്. പക്ഷേ ഈവ നന്നായി മൗണ്ടൻ ക്ലൈംബിങ് ചെയ്യുന്ന ഒരാളാണ് തന്നെ. അപ്പോൾ ഈ ഒരു ടെൻഷനെക്കുറിച്ച് ഇവളുടെ ഏറ്റവും വലിയ സ്വപ്നം നടക്കുന്നതിന് മുൻപ് ഇപ്പോഴും ഇവൾ വളരെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ ഈ കാര്യം ഇവളുടെ ഒരു സുഹൃത്തുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ആ സുഹൃത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട, നീ ജസ്റ്റ് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അടുത്ത സ്റ്റെപ്പ് സൂക്ഷിച്ച് വെക്കാൻ മാത്രം ശ്രമിക്കുക. എന്നിട്ട് നീ ആ പരിസരം നോക്കുക, ആ പരിസരം എൻജോയ് ചെയ്യുക, ആ മൊമെൻറ്റിൽ മാത്രം നീ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുക. പിന്നെ നീ ടെൻഷൻ അടിക്കണമെങ്കിൽ ഏറ്റവും മുകളിൽ കയറി നിന്ന് ഇതെല്ലാം കണ്ടതിന് ശേഷം നീ ടെൻഷൻ അടിച്ചാൽ മതി എന്നൊരു ഫ്രീ അഡ്വൈസ് കൊടുക്കുകയാണ്. പക്ഷെ പറയാൻ എളുപ്പമാണ്, മൗണ്ടൻ ക്ലൈംബിങ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഈവയ്ക്ക് ഈ പറഞ്ഞ പോലെ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ആൽപ്സ് മൗണ്ടൻ കീഴടക്കുക എന്നുള്ളത്. അവസാനം അവൾ രണ്ടും കൽപ്പിച്ച് കയറുകയാണ്. പിന്നെ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ ഓരോ സ്റ്റെപ്പ് വെച്ച് അവൾ കൂടുതൽ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഓരോ സ്റ്റെപ്പുകളും വെച്ച് അവൾ അവസാനം ആ ഒരു ദൗത്യത്തിൽ വിജയിക്കുകയാണ്. പലതവണ പേടി കാരണം പിന്മാറുകയും പേടി കാരണം പരാജയപ്പെട്ടു പോവുകയും ചെയ്ത ഒരു ദൗത്യം അവസാനം ഇവ വിജയിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കഥയിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പലപ്പോഴും നമ്മളുടെ സ്വപ്നങ്ങൾ പെർസ്യൂ ചെയ്യുന്നതിൽ നിന്ന്, നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭയമായിരിക്കും. അപ്പോൾ ആ ഭയത്തെ ഒന്ന് മാറ്റിവെച്ച് ഇപ്പോൾ എന്താണോ അതിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ തീർച്ചയായും നമ്മുടെ ആ സ്വപ്നം നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് നടക്കും എന്ന് തന്നെയാണ് ഈവയുടെ സ്റ്റോറിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് എന്ന് കമൻറ്റ് ചെയ്യുക.